ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നവരാത്രി 1-ാം ദിവസം. അപ്പോൾ ഇന്ന് ശൈലപുത്രി ഭാവത്തിലാണ് നമ്മൾ ദേവിയെ ആരാധിക്കുന്നത്. നവദുർഗകളിൽ 1-ാമത്തെ ഭാവമാണ് ശൈലപുത്രി. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ദിവസം, ആദ്യത്തെ ദിവസം ദേവി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെയും വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ആ 3 ശക്തികളും ഒരുമിച്ചുള്ള അത്രയും ശക്തിയുള്ള ദേവിയാണ് ശൈലപുത്രി. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ ദിവസം ദേവിക്ക് നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ദേവിക്ക് നിങ്ങളോട് തരാൻ ഉള്ളതെന്ന് നോക്കാം. മോക്ഷ ഓഫ് കാളിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കാർഡ് മോക്ഷ ഓഫ് കാളിയാണ്. അപ്പോൾ സംസ്കൃതത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഫ്രീഡം എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സമയത്തുള്ള കുറേയധികം കെട്ടുപാടുകളിൽ നിന്നും നിങ്ങൾ ഫ്രീഡത്തിലേക്ക് വരുന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഒരു സ്പിരിച്വൽ എവേക്കണിങ്ങിൻ്റെ ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. കാരണം നിങ്ങൾ എത്രമാത്രം ഈ ഒരു സമയം കഷ്ടപ്പെടുന്നു അത്രമാത്രം നിങ്ങൾ സ്പിരിച്വൽ എവേക്കണിങ്ങിലൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. അതൊരു ടൂളാണ് എന്നുള്ളതാണ് ഈ കഷ്ടപ്പാട്. അപ്പോൾ കാളിയുടെ മോക്ഷം എന്ന് പറയുന്നത് ആത്യന്തികമായ മോക്ഷമാണ്. ഒരിക്കലും കുറച്ച് ദിവസം തന്നിട്ട് പിന്നെ അത് തിരിച്ചെടുക്കുന്ന ഒരു കാര്യമല്ല. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുന്നത് നമ്മളുടെ സ്വാതന്ത്ര്യം, നമ്മൾ ചില കെട്ടുപാടുകളിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടുന്ന പല കാര്യങ്ങളും ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ കെട്ടുപാടുകളൊക്കെ മാറ്റി നമ്മൾ ആ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തണം. നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പൂർണ്ണമായും ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലുക, ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ആൾറെഡി നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, നമ്മൾ ആ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നില്ല എന്ന് മാത്രമാണ്. ആ ഒരു കാര്യത്തിലാണ് നമുക്ക് മോക്ഷം കിട്ടുന്നത്. നമ്മൾ അങ്ങനെ ഒരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ മോക്ഷത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. ഇതിൽ പിന്നെ കുറേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന കുറേയധികം ആൾക്കാരുടെ എനർജി ഉണ്ട്. അതായത് ഹീലർമാർ, അങ്ങനെ മെൻറ്റർമാർ, ചിലപ്പോൾ ടാരോ റീഡേഴ്സ്, അങ്ങനെയുള്ള കുറേ ആൾക്കാർ മറ്റുള്ളവരുടെ ഉന്നതിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, മറ്റുള്ളവരുടെ കുറേ നെഗറ്റീവ്സ് എടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും ഈ ഒരു സമയം വളരെ നല്ലതാണ് എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ ചെയ്യുന്ന എഫേർട്ട് നിങ്ങൾ തീർച്ചയായിട്ടും അത് ദൈവം കാണുന്നുണ്ട്. അപ്പം മറ്റുള്ളവരുടെ കഷ്ടതകളൊക്കെ നമ്മളുടെ ചുമലിലെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് സ്പിരിച്വൽ പാത്ത് മാത്രമല്ല, ചിലപ്പോൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന കുറേ അധികം ആൾക്കാർ അവരുടെ കഷ്ടപ്പാടുകളൊന്നും തീർന്നിരുന്നെങ്കിൽ, അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിരുന്നെങ്കിൽ, അവരൊന്ന് ഹാപ്പി ആയിരുന്നെങ്കിൽ നമുക്ക് ഹാപ്പി ആയിരിക്കാമെന്ന് ചിന്തിക്കുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു സമയം നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ഏത് തരം സ്ട്രഗിളിലാണോ കടന്നു പോകുന്നത്, ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ സ്ട്രഗിളിലായിരിക്കും, അതിനും ഫ്രീഡം കിട്ടുന്നു. നിങ്ങളുടെ ഇപ്പോൾ ഉള്ള ആ ഒരു അവസ്ഥയ്ക്ക് മോക്ഷം കിട്ടുന്നു എന്നുള്ളതാണ്. ഫ്രീഡം കിട്ടുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള അസുഖത്തിലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലോ ഒക്കെ നിങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ഫ്രീഡം നിങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ദൈവം തന്നിരിക്കുന്ന ഫ്രീഡം നിങ്ങൾ ഈ ഒരു സമയം ഉപയോഗിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് ഈ ഒരു മോക്ഷം കിട്ടുള്ളൂ എന്നുള്ളതാണ്. നമുക്ക് ടാരോ കാർഡ് കൂടി നോക്കാം. എന്താണ് കാർഡുകൾക്ക് ഈ ഒരു സമയം പറയാൻ പറ്റും? ഹൈ പ്രീസ്റ്റസിന്റെ എനർജിയാണ്. അപ്പോൾ ഇത് ഒരു ഹൈലി സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ബീയിങ് ആണ് ഹൈ പ്രീസ്റ്റസ്. ഒരു സ്പിരിച്വൽ ടീച്ചറാണ്, മെൻറ്ററാണ്. അപ്പോൾ നിങ്ങളിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഈ യൂണിവേഴ്സ് തരുന്നുണ്ട്, ദൈവം തരുന്നുണ്ട്. അപ്പോൾ ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിത് വേണ്ടും വണ്ണം ഉപയോഗിക്കുന്നില്ല എന്നാണ്. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ, നിങ്ങൾക്കുള്ള കഴിവുകൾ, നിങ്ങൾക്കുള്ള ശക്തികൾ നിങ്ങൾ വേണ്ടുവണ്ണം ഉപയോഗിക്കുക. ഇതിൽ ഇൻഡ്യൂഷനുണ്ട്,
ഭഗവാനെ തന്നെ തലയിൽ ധരിച്ചിരിക്കുന്നതാണ് ദേവി. ഇതും ഒരു ദേവിയാണ്. നമ്മൾ ടാരോയിൽ ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുന്നത് ദേവിയെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ദേവിയുടെ കാർഡ് തന്നെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അതും തലയിൽ ചന്ദ്രക്കല ചൂടിയ ദേവിയാണ്. അപ്പോൾ ശരിക്കും അത് തന്നെ ശൈലപുത്രിയാണ്. ശൈലപുത്രി ഭാവത്തിൽ തന്നെയാണ് ഇത് നമുക്ക് കാണാൻ പറ്റുന്നത്, ഹൈ പ്രീസ്റ്റസ് എനർജി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദേവിയുടെ തുണ നിങ്ങളിലുണ്ട് എന്നുള്ളതാണ്. അനുഗ്രഹം കൂട്ട് ഒക്കെ നിങ്ങളുടെ കൂടെയുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നമ്മളുടെ പ്രാർത്ഥനകളിലൂടെ മാത്രമാണ് നമുക്ക് കുറേയധികം കഷ്ടപ്പാടുകൾ മാറിപ്പോകുന്നത്. പിന്നെ നമ്മൾ ഈ ഒരു സമയം എത്രമാത്രം സ്ട്രഗിൾ നമ്മൾ ചെയ്യുന്നുണ്ടോ അത്രമാത്രം നമ്മൾ സ്പിരിച്വലി നമ്മൾ ഉയരുന്നുണ്ട് എന്നുകൂടി മനസ്സിലാക്കുക. ആ കഷ്ടപ്പാടാണ് നമ്മളുടെ ഉയർച്ചയ്ക്കുള്ള കാരണവും കൂടി. അപ്പോൾ അതുകൂടി മനസ്സിലാക്കുക. വെച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം കഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ആ ഒരു ലെവൽ എത്തുന്നത് വരെ നമ്മൾ കുറേയധികം കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരും. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ആ കഴിവുകളും നിങ്ങളുടെ ശക്തിയും ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹവും നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. പേജ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾ തുടങ്ങാനുള്ള കാര്യം, നിങ്ങൾ ഇപ്പോൾ എന്താണോ നിങ്ങൾ ചെയ്യണം എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുള്ള കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കൊള്ളുക. അത് പഠിക്കാനാകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ആകട്ടെ, അല്ലെങ്കിൽ പുതിയൊരു പ്രോജക്റ്റ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതാകട്ടെ, നിങ്ങൾ ചെയ്യുക. അതിൽ ദേവിയുടെ കടാക്ഷമുണ്ട്. അത് തീർച്ചയായിട്ടും അത് സംഭവിക്കും എന്നാണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുക്കാം. നിങ്ങളുടെ കൺഫ്യൂഷനാണ്, ട്യൂബ് സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കൺഫ്യൂഷനാണ്. നിങ്ങളുടെ കൺഫ്യൂഷൻ മാറ്റുക. അപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഒരു കണ്ടീഷനിങ് നിങ്ങൾ തന്നെ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, എനിക്കിതേ പറ്റുള്ളൂ എന്നുള്ളതൊന്ന് മാറ്റി നിങ്ങൾ ഈ ദേവിയുടെ മോക്ഷം, അതായത് നിങ്ങളുടെ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അതിലേക്ക് ചെല്ലുക എന്നുള്ളതാണ് ഈ ഒരു ദിവസം ദേവിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഇത് 1-ാം ദിവസത്തെ ശൈലപുത്രി ദേവിയുടെ നിങ്ങൾക്കുള്ള മെസ്സേജാണ്, നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നു, നിങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.